റൊണാൾഡോ ബ്രസീലിന്റെ ഏറ്റവും ലെജൻഡറി ഫുട്ബോളറാണ്. ഹി ഹാഡ് സെവറൽ സർജറീസ്. ACL സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പൊട്ടും. സർട്ടൻ ഡിസീസസ് ഫിസിയോതെറാപ്പി ഹാസ് എ റിസപ്റ്റ്. റെഗുലർ എക്സസൈസ് എന്ന് പറയുന്നത് എല്ലാവർക്കും പാടാണ്. ആ ഒരു വിൽ പവർ വേണം, ദെൻ ആ ടൈം വേണം. അപ്പോൾ നമ്മളൊരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോകുമ്പോൾ 2 weeks ഇഫ് യു ഹാവൻ ഡൺ യുവർ എക്സസൈസ് വാട്ട് വിൽ ഹാപ്പൻ? ഇപ്പൊ നമ്മൾ ഇപ്പോൾ ഇന്ത്യയിലത്തെ തന്നെ ടോപ്പ് ACL സർജറീസ് ചെയ്യുന്ന ഡോക്ടേഴ്സ്, വെദർ ഇറ്റ് ഈസ് ഇൻ നോർത്ത്, വെസ്റ്റ്, സൗത്ത്, ദേ ആർ ഹാവിംഗ് ദെയർ ഓൺ ഫിസിയോ ടീം. എല്ലായ്പ്പോഴും എനിക്ക് അല്ലെങ്കിൽ എൻ്റെ ഒരു വേർഷനിൽ ആണ് ഞാൻ തുടങ്ങാറ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഒപ്പീനിയൻസ് ആണ് കൂടുതലും ഈ ഫിസിയോതെറാപ്പിനെ ബന്ധപ്പെട്ട് ഞാൻ സംസാരിക്കാറ്. പക്ഷേ ഇന്ന് നമ്മുടെ കൂടെ ഒരു ഓർത്തോപീഡീഷ്യൻ ഉണ്ട്, കുറച്ചും കൂടി ജെനുവനായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ റിലേറ്റ് ചെയ്തിട്ട് ആളുടെ ഒരു ഒപ്പീനിയൻ കൂടി കേട്ടാൽ നന്നാവില്ലേ? അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെയുള്ള ഡോക്ടർ വിനീതാണ്. താങ്ക് യു ഡോക്ടർ ഫോർ ജോയിനിങ് വിത്ത് us. It's been കുറച്ച് നാളായി നമ്മൾ ഇതിന്റെ പിന്നാലെ കിടന്ന് നടക്കുന്നത്. ലൈക്ക് എങ്ങനെ ഇതൊരു വീഡിയോ ആക്കാം, കണ്ടന്റ് ആക്കാം. ഇറ്റ്സ് വെരി ഹാർഡ് ഒരു ഓർത്തോനെ നമ്മളൊന്ന് അപ്രോച്ച് ചെയ്ത് നമ്മുടെ ഒരു സെഗ്മെന്റിലോട്ട് ഒന്ന് കിട്ടാന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. നമ്മൾക്കിപ്പോൾ ആഷ്ലി കുറെ കാര്യങ്ങൾ എൻ്റെ അടുത്ത് ഡൗട്ട് ചോദിച്ചാൽ നമുക്ക് ഒരേ ഇൻഡെപ്ത് ആയിട്ട് പോവാം. അപ്പൊ എല്ലാവർക്കും കുറെ ക്വസ്റ്റ്യൻസുകൾ റേസ് ചെയ്യാറുണ്ട്. ഇതിനൊരു സൊല്യൂഷൻ, ബാക്ക് പെയിൻ ഒരു സൊല്യൂഷൻ, നെക്ക് പെയിൻ ഒരു സൊല്യൂഷൻ. അല്ല, ഫിസിയോസിന്റെ വേർഷൻ ഒരു രീതിയിലാണ്, ഓർത്തോസിന്റെ വേർഷൻ ഒരു രീതിയിലാണ്. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയോളം ആ വേർഷൻ ഇനീഷ്യൽ സ്റ്റേജിൽ ഓക്കെ, പക്ഷെ രണ്ടും ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലബ് ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു പ്ലാറ്റ്ഫോമാണ്. അതെങ്ങനെയാണ് പേഷ്യൻസിന്റെ അടുത്തേക്ക് എത്തിക്കുക അല്ലെങ്കിൽ ക്ലയൻസിന്റെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഒരു അപ്രോച്ച്. ഡോക്ടർക്ക് എന്ത് ഫീൽ ചെയ്യണോ? ഏതൊക്കെയാണ് കൂടുതൽ കണ്ടീഷൻസ് വരാറ്? വാട്ട് എവർ കണ്ടീഷൻ ഓർത്തോന്റെ ഞാൻ എപ്പോഴും എന്റെ വീഡിയോസിൽ ഞാൻ പറയാറുണ്ട്, ക്യാൻ ബി dealt in 3 different ways. A, B and C. A is conservative. Whether it is including medicine, can be modern medicine, Ayurvedam, homeo. Along with that, physiotherapy ഒരു വലിയ പാർട്ടാണ്. കാരണം certain diseases physiotherapy has a certain role. നമ്മൾ കാരണം മെഡിക്കേഷൻ കുറെ, ഇപ്പൊ എക്സാമ്പിൾ ബാക്ക് ഏക്കിന് നമുക്ക് ഫ്യൂ ഡേയ്സ് മെഡിസിൻസ് കൊടുക്കാം. ആ ഇൻഫ്ലമേഷൻ സബ്സൈഡ് ചെയ്യാനോ, അല്ലെങ്കിൽ ഒരു ഡിസ്ക് ബൾജ് ആണെങ്കിൽ ആ ഡിസ്കോജനിക് പെയിൻ ഒന്ന് കുറയാനോ, മസിൽ സ്പാസം ആണെങ്കിൽ സ്പാസം ഒന്ന് മാറാനായിട്ട് നമുക്ക് മരുന്ന് കൊടുക്കാം. ബട്ട് അത് രണ്ടാമത് പോസ്റ്ററിങ് കറക്റ്റ് അല്ല, അല്ലെങ്കിൽ അവർ ഫ്രീക്വന്റ് ട്രാവലർ ആണ്, അല്ലെങ്കിൽ ചിലപ്പോൾ സ്ട്രെയിൻ വരുന്നുണ്ടാവാം. ആ റൂട്ട് കോഴ്സ് നമ്മൾക്ക് ട്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫിസിയോതെറാപ്പി ഓർ റെഗുലർ എക്സസൈസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഹാൻഡ് ഓൺ ഹാൻഡ് എന്ന് പറയുന്ന പോലെയാണ് മരുന്നും exercise or physiotherapy is very important. And we will taper the medicine and you must continue your regular exercises or physiotherapy. Regular exercise എന്ന് പറയുന്നത് എല്ലാവർക്കും പാടാണ്. ആ ഒരു വിൽ പവർ വേണം, ദെൻ ആ ടൈം വേണം. അപ്പോൾ നമ്മളൊരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോകുമ്പോൾ ഇനീഷ്യൽ ഒരു പുഷ് കിട്ടും. ഇതിനിടെ പുഷ് ആൻഡ് എ പുൾ. അപ്പോൾ ഒരു പുഷ് ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് കൊടുക്കുമ്പോൾ കോൺഫിഡൻസ് വരും. ആൻഡ് ഇറ്റ് ഇസ് ലൈക്ക് ഫ്യൂ ഡേയ്സ് ആയിരിക്കും ഫിസിയോതെറാപ്പി പറയുക, അത് കഴിഞ്ഞിട്ട് വൺസ് ഇൻ എ വൈലാക്കി അത് ടേപ്പർ ചെയ്തുകൊണ്ടുവരണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫിസിയോ ഒരു മേജർ പാർട്ടാണ്, അത് ഇഗ്നോർ ചെയ്തിട്ട് കാര്യമില്ല, അതൊരു ഫാക്ട് ആണ്. ഞാൻ ഡോക്ടറെ നേരത്തെ പറഞ്ഞത് ദാറ്റ് എപ്പോഴും ഫിസിയോയും ഓർത്തോയും പബ്ലിക്കിനെ സംബന്ധിച്ചോളം ഒന്നിച്ച് സിങ്കായി പോവില്ല എന്നാണ് ഒരു അണ്ടർസ്റ്റാൻഡിങ്. ആ ഒരു സിങ്കായി പോവാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ ദ പേഷ്യൻറ്റ് പ്ലേസ് എ ബിഗർ റോൾ. കാരണം പേഷ്യൻ്റ് വന്ന് ഒന്നിലെ ഡോക്ടറിൻ്റെ അടുത്ത് സംസാരിക്കുന്നതും അല്ലെങ്കിൽ ഫിസിയോൻ്റെ അടുത്ത് സംസാരിക്കുന്നത് ഇൻ സച്ച് എ വേ ദാറ്റ് ഡോക്ടർ പറഞ്ഞു 3 ദിവസം മതിയെന്ന്. ഓക്കെ, സോ വി വിൽ സേ ഒരു 2 ആഴ്ച വേണം അല്ലെങ്കിൽ 3 ആഴ്ച വേണം എന്നുള്ള കമൻറ്റ് പറയുമ്പോൾ അത് ടാലി ആവണില്ല എവിടെയും. അത് മിക്ക കണ്ടീഷൻസും ഡോക്ടേഴ്സ് സംസാരിക്കുന്നത് മെയിൻലി ഒന്ന് സബ്സൈഡ് ചെയ്തതിന് ശേഷം യു ഹാവ് ടു കണ്ടിന്യൂ ദി എക്സസൈസസ്. അത് ആ ഒരു ഇൻറ്റൻഷനിലാണ് സംസാരിക്കുന്നത്. പക്ഷെ മിക്കവാറും പേഷ്യൻസ് ആണ് ആ ഒരു ഡിഫറൻസ് ഇൻ ഒപ്പീനിയൻ കൊണ്ടുവരുന്നത്. ഇറ്റ്സ് ക്വൈറ്റ് കോമൺ. ഇപ്പോൾ നമ്മൾ ഒരു മരുന്ന് കൊടുക്കുമ്പോൾ ഓൺ എ റെഗുലർ ബേസിസ് കഴിക്കുന്നവർ വളരെ കുറവാണ്. അതാണ് റിലാപ്സ് വരിക. ഏജ് കണ്ടീഷൻ, വെദർ ഇറ്റ് ഇസ് യു ഓർ മീ, when we consider ourselves as a patient, ഇതുണ്ടാവും. അപ്പോൾ അത് ദാറ്റ് യു കാൻ ജസ്റ്റ് ചേഞ്ച് ഓവർനൈറ്റ്. അപ്പോൾ അത് ഒരു ഈ പറയുന്ന പോലെ ഫിസിയോ ആൻഡ് മെഡിസിൻസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളിപ്പോൾ ഒരു ACL, ഞാൻ ഉദാഹരണത്തിന് എനിക്ക് ഏറ്റവും കൂടുതൽ ACL-ലാണ് ഞാൻ റീഹാബ് സ്ഥിരം പറയുന്നത്. വൈ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് വൈ, ആൻഡ് വൈ യു മസ്റ്റ് ഫോളോ ദ ഫിസിയോതെറാപ്പിസ്റ്റ്. നമ്മൾ ഈ ഫിസിയോ ചെയ്യാൻ പറഞ്ഞു വിടുമ്പോൾ ഇവർക്കൊരു 1 week റിജീമ പറയാം. അവരെ ചെയ്തില്ലെങ്കിൽ ഹൂ ഇസ് അറ്റ് ദ ലൂസേഴ്സ്? ദ ഡോക്ടർ വിൽ ബി ഗെറ്റിംഗ് ദ ഫസ്റ്റ് ബ്ലെയിം. നെക്സ്റ്റ് ഇസ് ദ പേഷ്യന്റ് ഹാസ് ടു സഫർ.
അപ്പോൾ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് ഒരു 1 വീക്ക് പോകുമ്പോൾ അവർ 1 വീക്കിലുള്ള ഷെഡ്യൂള് പ്ലാൻ ചെയ്ത് ചെയ്യിക്കും. നെക്സ്റ്റ് വീക്ക് അവർ പറഞ്ഞു വിടുക ചെയ്യുക. ആൻഡ് റിവ്യൂവിന് ചെല്ലുമ്പോൾ ഇഫ് യുവർ മസിൽസ് ആർ നോട്ട് ടൈറ്റൻഡ് ഇനഫ് ഓർ സ്ട്രെങ്തൻഡ് ഇനഫ് അവരതനുസരിച്ചിട്ടുള്ള നെക്സ്റ്റ് ഈ പ്രൊസീജിയേഴ്സ് പറയും. ചിലപ്പോൾ ടെൻസ് ആയിരിക്കാം, ചിലപ്പോൾ മെഷീൻസ് വെച്ചിട്ടുള്ളതായിരിക്കാം. അത് ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ കാണുള്ളൂ. അതുകൊണ്ട് അത് ചെല്ലണം, അതിന് വേറെ കോംപ്രമൈസ് ഇല്ല. ദാറ്റ് പേഷ്യന്റ് ഇസ് the loser at the end. It's not the doctor or the physiotherapist. So that decision they have to make. Rather than blaming on doctor or physio, it is your choice. Whether you have to have a good healthy life, you must continue it എന്നുള്ളത് പേഷ്യന്റ് ചോയ്സ് ആണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ നമ്മളത് make a point. They have to understand. അതിപ്പം ACL സംഗതി പറഞ്ഞത് തന്നെ 6 months to 8 months ഒക്കെ പ്രോട്ടോകോൾ പറയുമെങ്കിലും അതിന്റെ ഫുൾ റിക്കവറിക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ 1 or 2 weeks ആയിരിക്കും പേഷ്യൻറ്റിനും അതിന് വേണ്ടിയിട്ട് ഫിസിയോൻ്റെ അവിടേക്ക് റെഗുലറായിട്ട് വരാൻ പറ്റുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പ്രോട്ടോകോൾ കൊടുക്കാനേ പറ്റുള്ളൂ. പക്ഷേ ഈ 1 or 2 weeks ചില പേഷ്യൻസിന് ഈ എക്സ്റ്റൻഷൻ ലാഗ് ഉണ്ടാവുക, ഹാംസ്ട്രിങ് ഗ്രാഫ്റ്റ് എടുത്തു കഴിഞ്ഞതിന് ശേഷം ഫുള്ളായിട്ട് എക്സ്റ്റെൻഡ് ആവാണ്ടിരിക്കുക. അപ്പോൾ എക്സസൈസുകൾ ആദ്യം കൊടുക്കാൻ പറ്റില്ല. വിൽ ഫോക്കസ് ഓൺ ദാറ്റ്. ആ ടൈം പീരീഡ് ചിലപ്പോൾ നമുക്ക് ലൂസ് ഔട്ട് ചെയ്യും. അപ്പം ഡോക്ടർ പറഞ്ഞ ആ ടൈം പീരീഡിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ടി വരുമ്പോൾ ദേ ഗെറ്റ് പാനിക്. ഇപ്പോൾ ACL മൈ പ്രോട്ടോകോൾ ഇസ് ബിഫോർ ഡിസ്ചാർജ്. നമ്മൾ ചിലപ്പോൾ 1 or 2 days ഹോസ്പിറ്റലിൽ കിടത്തുള്ളൂ. അപ്പോൾ ബിഫോർ ഡിസ്ചാർജ് വി മേക്ക് അവർ ഫിസിയോ കം ആൻഡ് ഡു ദ എക്സസൈസസ്, അഡ്വൈസ് ചെയ്യും. ദെൻ ദ ഫിസിയോ ആസ്ക് ദം ടു കം ബാക്ക്. അപ്പോൾ അവർ ചെല്ലുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് റിവ്യൂവിന് വരുമ്പോഴേ നമ്മൾ അറിയൂ. അപ്പോൾ റിവ്യൂ മോസ്റ്റ് പ്രോബ്ലി ഇറ്റ് വിൽ ബി ഫോർ ദ സ്റ്റിച്ച് റിമൂവൽ. അപ്പോൾ ഒരു 10th day അല്ലെങ്കിൽ 12th day ആയിരിക്കും. ദാറ്റ് മീൻസ് ഇറ്റ്സ് ഓൾമോസ്റ്റ് 2 weeks. 2 weeksൽ ഇഫ് യു ഹാവൻ ഡൺ യുവർ എക്സസൈസ് വാട്ട് വിൽ ഹാപ്പൻ? സ്റ്റിഫ്നെസ് വരും, മസിൽ വേസ്റ്റിംഗ് വരും, എക്സ്റ്റൻഷൻ ലാഗ് ഡെഫിനറ്റ് ആണ്. അപ്പോൾ ഈ 2 weeksന്റെ കാര്യം കോമ്പൻസേറ്റ് ചെയ്യാൻ ഒത്തിരി ടൈം എടുക്കും. കാരണം സ്റ്റിഫ്നെസ് വന്നു കഴിഞ്ഞാൽ പെയിൻ സിവിയർ ആയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് ഒരു എക്സസൈസും കാര്യങ്ങളും ഇറ്റ്സ് ഗോണ ബി ഡിഫിക്കൽട്ട്. അപ്പോൾ അതിന്റെ ഇമ്പോർട്ടൻസ് അതാണ്. ഫ്രം day 0 or day 1 you have to start your. ഇവിടെയാണ് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നത്. ദാറ്റ് either the patient will say the doctor is not good or the patient will say the physio is not good. The part that they had to do is not been yet cleared. നമ്മള് പേഷ്യന്റിനെ ഞാൻ പറയുന്നതാണ്, there is no point in blaming on each other. Not blaming, it is like എന്താ പറയുക, ഒരു അവയർനെസ് ആണ്. നമ്മൾ ഇപ്പോൾ ഇന്ത്യയിലത്തെ തന്നെ ടോപ്പ് ACL സർജറീസ് ചെയ്യുന്ന ഡോക്ടേഴ്സ്, whether it is in north, west, south, they are having their own physio team. അതെന്തുകൊണ്ടാ? അവർക്ക് അറിയാം അതിന്റെ ഇമ്പോർട്ടൻസ്. ഇൻ ഹൗസ് ഫിസിയോതെറാപ്പി ഉണ്ട്. നമ്മളുടെ ഇപ്പോഴും കുറച്ച് സെന്റേഴ്സിനേ ഉള്ളൂ ഇൻ ഹൗസ് ഫിസിയോ ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പേഷ്യന്റ് കൗൺസിലിംഗ് ഇസ് ഇമ്പോർട്ടന്റ്. അപ്പൊ അത് ബിഫോർ സർജറി യു ഹാവ് ടു സേ ഇങ്ങനെയാണ് സർജറി കഴിഞ്ഞിട്ട് യു ഹാവ് ടു ഡു ഫിസിയോതെറാപ്പി. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പാറ്റേൺ. അപ്പോൾ സർജറിക്ക് മുന്നേ അത് പറയണം. സർട്ടൺ ഹോസ്പിറ്റൽസിലുണ്ട് യു ഹാവ് ടു കം ബാക്ക് ഓൺ ഓൾ ദീസ് ഡേയ്സ് ഫോർ എ റെഗുലർ ഫിസിയോ. അപ്പോൾ ഒരു അവരുടെ 4 weeks ഷെഡ്യൂളാണ് ACLന്റെ. വിത്ത് ഓർ വിത്തൗട്ട് മെനിസ്കസ് ആണെങ്കിൽ ഇറ്റ് വിൽ ചേഞ്ച് അക്കോർഡിംഗ്ലി. 2 monthsly യു ക്യാൻ ഗോ ഫോർ ജിമ്മിങ്, 3 monthsly യു ക്യാൻ ഗോ ഫോർ റണ്ണിങ്, 6 monthsൽ സ്പോർട്സ്, കോൺടാക്ട് സ്പോർട്സ് ആണെങ്കിൽ 9 months. അപ്പോൾ ഈ ടാർഗറ്റ് അറ്റൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനീഷ്യൽ 4 weeks നല്ല ഫിസിയോ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്കും അസസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് പേഷ്യന്റ് മനസ്സിലാക്കണം. ദാറ്റ് ഈസ് ദ അൾട്ടിമേറ്റ് ഗോൾ. വൈ വി ആർ ഡൂയിങ് സർജറി ഈസ് ജസ്റ്റ് എ പാർട്ട്. റീഹാബ് ഇസ് അനദർ പാർട്ട്. ഇപ്പൊ നമ്മളിപ്പോ ഫിസിയോ പറയുന്നത് വെസ്റ്റേൺ കൺട്രീസിൽ ഫിസിയോ കഴിഞ്ഞിട്ടുള്ള ഫേസുകളുണ്ട്. അത് മെയിൻ്റെനൻസ് ആണ്. അതൊരു വേറെ ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ അതൊക്കെ ഇവിടെ വന്നിട്ട് പോലും ഇല്ല. ആൻഡ് ഇറ്റ് വിൽ ടേക്ക് സം ടൈം. പിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും വരാറുള്ളത്, ACL സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പൊട്ടോ? Definitely. ACL സർജറി കഴിയുമ്പോൾ you are not putting any metal graft or anything. It's another graft. If you go for another contact sports and വരാതിരിക്കട്ടെ, പിന്നെയും കാല് ട്വിസ്റ്റ് ആവുകയോ ഒരു ആക്സിഡന്റ് സംഭവിക്കുകയോ കാര്യങ്ങളോ ചെയ്താൽ ഡെഫിനറ്റ്ലി അത് പൊട്ടാം. അത് സർജന്റെ പ്രശ്നമല്ല, പേഷ്യന്റിന്റെ പ്രശ്നമല്ല. ഇറ്റ്സ് ദ മെക്കാനിസം ഓഫ് ഇഞ്ചുറി. ഇഫ് ദ സെയിം മെക്കാനിസം റിപ്പീറ്റ്സ് it will happen. Example, Ronaldo, ബ്രസീലിന്റെ ഏറ്റവും ലെജൻഡറി ഫുട്ബോളർ ആണ്. He had several surgeries, multiple ACL surgeries ഉണ്ടായിരുന്നു. അപ്പോൾ each time you go for this surgery, ഇഞ്ചുറി പ്രോൺ ആയിക്കൊണ്ടിരിക്കും, മസിൽസ് വീക്ക് ആവും, ബോൺസ് ഡിജനറേറ്റഡ് ആവും, യു വിൽ ഹാവ് ചാൻസസ് ഓഫ് ഡെവലപ്പിംഗ് ഓസ്റ്റിയോആർത്രൈറ്റിസ്. അപ്പോൾ ACL സർജറി കഴിഞ്ഞാൽ റിക്കറന്റ് ടയർ ഉണ്ടാവാം, അത് ഇന്നെവിറ്റബിൾ ഒന്നും. ഓക്കെ. രണ്ടാമത്തേത് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്, ദാറ്റ് എപ്പോഴാണ് ഒരു ACL സർജറി ചെയ്യേണ്ടത്? ഈസിലി പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി വാട്ട് ടൈപ്പ് ഓഫ് ടയർ, ഏജ്,
Okay. whether you want it or not. Right. ഈ 3 കണ്ടീഷൻസിലേ നമുക്ക് അത് പറയാൻ പറ്റൂ. Right. Type of injury, it can be a partial tear or a complete tear. Right. If it is a partial tear, definitely no surgeon would advise surgery first. Right. They would ask for a strengthening, conditioning and physio. Okay. If you are happy with that, you can continue. Mm-hmm. ഇപ്പോൾ complete tear ആയി. Mm-hmm. Complete tear is another scenario. Right. If you are active, young, and if you want to go for your sport, you definitely need to go for a surgery. Right. No other way. Right. Right. Then next is age. Mm-hmm. If you are above 50 years and if you are a female who's having a sedentary life, Mm-hmm. ACL surgery നിർബന്ധമേ ഇല്ല. Why? ഒരു സെഡൻറ്ററി ലൈഫ് ഉള്ള ഒരാളാണ് 50 ഇയേഴ്സിൽ മേളിലാവുമ്പോൾ ചെറിയ ഡീജനറേഷൻ ഒക്കെ സംഭവിക്കും. ആൻഡ് ഇഫ് യു ആർ റെഡി ടു ഡു എ റെഗുലർ കണ്ടീഷനിങ് സ്ട്രെങ്തനിങ് എക്സസൈസ്, യു ക്യാൻ സർവൈവ് വെരി വെൽ വിത്തൗട്ട് എൻ ACL. ACL സർജറി ഇസ് നോട്ട് അറ്റ് ഓൾ ആൻ എമർജൻസി. അപ്പോൾ ഇതാണ് ഏറ്റവും എളുപ്പം. ദെൻ നെക്സ്റ്റ് ഇസ് ക്രോണിക് ഇഞ്ചുറി ഓർ ആൻ അക്യൂട്ട് ഇഞ്ചുറി. എത്രയോ ആൾക്കാർ ACL പൊട്ടിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെയും വീണ് അതിന്റെ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് വാട്ട് ദ പേഷ്യന്റ് വാണ്ട്, വാട്ട് ഇസ് ഹിസ് സിംറ്റം, വാട്ട് ഇസ് ഹിസ് ഏജ്. അപ്പോൾ ACL ഇസ് നോട്ട് എ മസ്റ്റ് സർജറി. ഐ തിങ്ക് ഡോക്ടർ ഇതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പറയാൻ ഉദ്ദേശം വെച്ചാൽ ACLിൻ്റെ മെയിൻ റോൾ ഇസ് സ്കിൽഡ് ആക്ടിവിറ്റീസ് വിച്ച് ഈസ് സഡൻ ടേൺ, ട്വിസ്റ്റ്, അങ്ങനത്തെ സംഗതികളൊക്കെയാണ്. ഒരു ഫ്രീക്വൻറ്റ് പാറ്റേണിലാണ് നിങ്ങൾ മൂവ് ചെയ്യണമെങ്കിൽ എമർജൻസി ആയിട്ട് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ സ്പോർട്സ് പേഴ്സണിന് ആ സ്കിൽഡ് ആക്ടിവിറ്റീസ്, ട്വിസ്റ്റ് ആൻഡ് ടേൺ ആൻഡ് മൂവ്മെൻറ്റ്, ഷട്ടിൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ് പ്ലേസ് എ ബിഗർ റോൾ. ദെൻ യു ഹാവ് ടു ഇൻ്റർവീൻ, അല്ലെങ്കിൽ യു ഹാവ് ടു ലുക്ക് ഇൻ ടു ഇറ്റ്. സോ ഐ തിങ്ക് ഈ ഒരു പോയിന്റ് ആണ് യു ആർ ഫോക്കസിങ് ഓൺ ഇറ്റ് അല്ലേ? ഇപ്പോൾ ACL surgeries have become very common. അതെ, very common. It's very easy. It's almost like a daycare procedure. Right. So it's just not like patient. പണ്ട് ആൾക്കാർക്ക് അറിയില്ല നമ്മൾ ACL സർജറി എന്ന് പറയുമ്പോൾ കേട്ടിട്ടില്ല. ഇപ്പോൾ വളരെ കോമൺ ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്പർ ഓഫ് സർജറീസ് കൂടുതലാണ്. പിന്നെ ഒരു ഡൗട്ട് എല്ലാ പേഷ്യൻസിനും ഉണ്ടാവുന്നതാണ് ദാറ്റ് ACLിനൊപ്പം മീഡിയൽ മെനിസ്കസ് അല്ലെങ്കിൽ ലാറ്ററൽ മെനിസ്കസ് ടയർ വന്നു കഴിയുമ്പോൾ ഈ മെനിസ്കസ് റിപ്പയർ എന്ന് പറയുന്നത് പുതിയ മെനിസ്കസ് വെക്കുകയാണോ അതോ അതിൽ നിന്നൊരു പാർട്ട് എടുത്ത് കളയുകയാണോ? വാട്ട് ഈസ് ഇറ്റ് എക്സാക്ട്ലി ഹാപ്പനിങ്? ACL tear associated with meniscus is very common. Very common. There are two types of meniscus. One is lateral and medial meniscus. Most commonly injured is medial meniscus. അപ്പോൾ medial meniscus ന് what type of tear, where it is again. അപ്പോൾ അതിന് ബക്കറ്റ് ഹാൻഡിൽ ടയർ ഉണ്ട്, റൂട്ട് ടയർ ഉണ്ട്, ഹൊറിസോണ്ടൽ ഉണ്ട്, വെർട്ടിക്കൽ ഉണ്ട്. ഇറിപ്പയറബിൾ ടയർസ്, അതായത് കോംപ്ലക്സ് ടയർസ് ഉണ്ട്. അപ്പോൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വെദർ യു ക്യാൻ റിപ്പയർ ഇറ്റ്, Okay. you can trim it out. There is something known as a balancing or a meniscectomy. Meniscectomy എന്ന് പറഞ്ഞാൽ you remove the entire meniscus. Right. അപ്പോൾ റിപ്പയർ ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻ ഡെഫിനറ്റ്ലി ദ സർജൻ വിൽ റിപ്പയർ. Right. ഇറിപ്പയറബിൾ ആണെങ്കിൽ വിൽ ട്രൈ ടു പ്രിസർവ് ആസ് മച്ച് ആസ് പോസിബിൾ ആൻഡ് വിൽ ട്രിം ഇറ്റ് ഔട്ട്. അതാണ് മെനിസ്കൽ ബാലൻസിങ്. ദ എൻറ്റയർ മെനിസ്കസ് ഇസ് ഡാമേജ്, വി ജസ്റ്റ് ടേക്ക് ഇറ്റ് ഓഫ്. Okay. അപ്പോൾ മെനിസ്കൽ റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നതാണ് ആഷ്ലി ചോദിച്ചത്. വെദർ യു കീപ് ഇറ്റ് എ ന്യൂ വൺ. ദർ ഇസ് സംതിങ് നോൺ ആസ് എ മെനിസ്കൽ റീപ്ലേസ്മെന്റ്. അത് നമ്മുടെ നാട്ടിൽ വളരെ തുടങ്ങിയിട്ടില്ല, റയറാണ്. ഇനി we change the topic into osteoarthritis. Osteoarthritis, doctor, early osteoarthritis in terms of in age of 25 ഇപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്, which was very rare അല്ലേ? And ഈ osteoarthritis which is rubbing on each other, why do you think it's really happening? Osteoarthritis is a big topic. Maybe we can talk on an entire day on osteoarthritis. Osteoarthritis is basically a degenerative disease. പ്രായമാകുമ്പോൾ എല്ലുകളുടെ കവറിങ്ങിന് വരുന്ന ചേഞ്ചിനാണ് osteoarthritis എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി പ്രൈമറി ആൻഡ് സെക്കൻഡറി. പ്രൈമറി ആണ് ഏജ് റിലേറ്റഡ്, സെക്കൻഡറി ആണ് വാട്ട് യു ഹാവ് ആസ്ക്ഡ്, യങ്ങർ ഏജ് ഗ്രൂപ്പിൽ കാണുന്നത്. ദാറ്റ് ക്യാൻ ബി സർട്ടൻ reasons behind it. Maybe a sports injury. On a span of 7 years, 5 years, you will develop osteoarthritis. That is secondary. Maybe uric acid deposit. Younger age, alcohol consumption, mainly ബെവറേജസ്, ബിയർ, അല്ലെങ്കിൽ യൂറിക് ആസിഡ് ഡെപ്പോസിറ്റ് ഉണ്ടാവാനായിട്ടുള്ള ആഹാര രീതികൾ, ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ ഹി ക്യാൻ ഡെവലപ്പ്. ഓർ അതർ കണ്ടീഷൻസ് ലൈക്ക് മെറ്റബോളിക് ഡിസീസസ് ഉണ്ട്, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ട്. ഇതൊക്കെയാണ് യങ്ങർ ഏജ് ഗ്രൂപ്പിൽ വരുന്നത്. അപ്പോൾ ബോൺ ആൻഡ് ബോൺ റബ്ബിങ് വരുന്നത് അഡ്വാൻസ്ഡ് ആർത്രൈറ്റിസ് ആണ്. ആ സ്റ്റേജിൽ ഇറ്റ്സ് വെരി പെയിൻഫുൾ. അതിൽ മെയിനായിട്ട് ഇപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, യൂറിക് ആസിഡ്, ഹാബിച്വൽ എല്ലാം നല്ലതാണ്, സ്മോക്കിംഗ് ഇല്ല, ഡ്രിങ്കിങ് ഇല്ല. ബട്ട് ഐ റൺ എ ലോട്ട് ആൻഡ് ഐ എം ഡയഗ്നോസ്ഡ് വിത്ത് ഓസ്റ്റിയോആർത്രൈറ്റിസ്. ഡു യു തിങ്ക് മസിൽ പ്ലേസ് എ ബിഗർ റോൾ? റണ്ണിങ് ക്യാൻ കോസ് ഓസ്റ്റിയോആർത്രൈറ്റിസ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും എല്ലാവരും ചോദിക്കും. നോട്ട് എവരി വൺ. ഫസ്റ്റ് ഇസ് ജെനറ്റിക്സ്. വരാൻ സാധ്യതയുള്ള ഒരാളുണ്ടെങ്കിൽ വന്നിരിക്കും. യു കാൻ ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്.
Next is whether you are having a male or female pattern. Females in more prone ആണ്. Then your body mass index. Right. ഇതെല്ലാം വളരെ ക്രിട്ടിക്കൽ ആണ്. What type of activities do you do? Right. If you are a sedentary man, you will more chances of developing osteoarthritis. അപ്പോൾ osteoarthritis ഉണ്ടെങ്കിലും ഈ റണ്ണിങ് ചെയ്യുമ്പോൾ വിത്തൗട്ട് എനി മസിൽ സ്ട്രെങ്തൻഡ് ഓർ യു ആർ നോട്ട് ഡൂയിങ് എനി വാം അപ്പ്, ജസ്റ്റ് ഗോയിങ് ഫോർ റണ്ണിങ്, മേ ബി ഇൻ ട്രെഡ്മിൽ, you will get more chances of getting an osteoarthritis. That is for sure. Okay. അപ്പോൾ muscle is very important. Right. Your quadriceps, hamstrings, all these muscles should be strong enough to bypass the load that is coming onto your knees. Right. അപ്പോഴല്ലേ നീക്ക് സ്ട്രെസ് വരാതിരിക്കുള്ളൂ. അതുകൊണ്ടാണ്, അല്ലാതെ ഇപ്പോൾ മാരത്തോൺ റണ്ണേഴ്സിന് അങ്ങനെ ഉണ്ടെങ്കിൽ ഓസ്റ്റിയോആർത്രൈറ്റിസ് വരണ്ടേ. അവരത് സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷൻ ചെയ്ത് മസിൽസ് സ്ട്രോങ് ഇനഫ് ആണ്. അങ്ങനെ സിമ്പിൾ. സി വിൽ ചേഞ്ച് സഡൻലി. വെയിറ്റ് ലിഫ്റ്റേഴ്സ്, ബോഡി വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ ബോഡി ബിൽഡേഴ്സ്, അവർക്ക് എല്ലാവർക്കും ഡിസ്ക് ബൾജ് വരണ്ട. അവരെടുക്കുന്ന ഇമ്മൻസ് വെയിറ്റ് ആണ്. അതെന്തുകൊണ്ട്? അവരുടെ ബാക്ക് ഇറ്റ്സ് വെരി സ്ട്രോങ്. ഗോൾ കീപ്പേഴ്സ്, ഈ ഫുട്ബോളേഴ്സിന്റെ അടി എത്ര സ്പീഡിലാണ് അവരുടെ വരുന്നത്. ഇത് ഗോളിയാണ് തടക്കുന്നത്. വൈ ദേ ആർ നോട്ട് ഡെവലപ്പിംഗ് എനി ഫ്രാക്ചർ. എൻ്റെ കൈ ഒടിഞ്ഞിട്ടുണ്ട്. ഞാനൊരു ഗോളിയായിട്ട് നിന്നപ്പോൾ എൻ്റെ ഫ്രണ്ട് ഈസ് വെരി കോമൺ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലെയർ ആയിരുന്നു, ദുലീപ് മേനോൻ. അവന്റെ അടി ഞാൻ തടഞ്ഞപ്പോൾ ഐ ഡെവലപ്ഡ് എ കോളീസ് ഫ്രാക്ചർ. ജസ്റ്റ് ബിക്കോസ് മൈ മസിൽസ് ആർ വെരി വീക്ക്. സ്ട്രെയിൻ മൊത്തം ജോയിന്റിൽ വരും. അപ്പോൾ യുവർ മസിൽ ഷുഡ് ബി ടൈറ്റ് ഇനഫ് ആൻഡ് യു മസ്റ്റ് ഡു പ്രൊട്ടക്റ്റീവ് ഗിയേഴ്സും വേണം. ഇതെല്ലാം മസിൽ സ്ട്രെങ്തൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് നമ്മൾ നെഗ്ലക്ട് ചെയ്തിട്ട് കാര്യമില്ല. ഇറ്റ്സ് എ ഫാക്ട്. അല്ല, ഞാനത് ചോദിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു ചോദ്യമാണ് പേഷ്യൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ, ഞാൻ എന്നും നടക്കാൻ പോകുന്നുണ്ട്, ഓക്കെ, മുട്ട് തേമാനുണ്ട് അല്ലെങ്കിൽ മുട്ട് വേദനയുണ്ട്, എക്സസൈസ് എന്താ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്നും നടക്കാൻ പോകുന്നുണ്ട്. ഇതാണ് സ്ട്രെങ്ത് ഡെവലപ്മെൻറ്റ് കോമൺ പബ്ലിക്കിൽ കൺസെപ്റ്റായിട്ട് വന്നിരിക്കുന്നത്. ദാറ്റ് ഞാൻ നടക്കാൻ പോകുന്നുണ്ട്. അതിലിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഞാൻ ഡോക്ടറിന്റെ പേര് പറഞ്ഞു, വെരി ഫേമസ് എൻഡോക്രൈനോളജിസ്റ്റ് വിഷ്ണു സാറിന്റെ ഒരു ടോപ്പിക്കിൽ പറയുന്നുണ്ട്, വാക്കിംഗ് ഇസ് നോട്ട് എൻ എക്സസൈസ്, അറ്റ്ലീസ്റ്റ് വാക്ക്. അതാണ് സാറ് പറയുന്നത്. വാക്കിംഗ് ഇസ് നോട്ട് കൺസിഡർ ആസ് എൻ എക്സസൈസ്. അതെങ്കിലും ചെയ്യൂ എന്നാണ് പറയുന്നത്. അത് ചെയ്തുകൊണ്ട് മസിൽ ഡെവലപ്പ് ഒന്നും ആവില്ല. ഇത് ഒരു നോർമൽ ആക്ടിവിറ്റി അല്ലേ, മനുഷ്യൻ ഉണ്ടായ കാലം തൊട്ട് നടക്കുന്നതാണ്. അത് ഒരു എക്സസൈസ് അല്ല. ബട്ട് ഒന്നും ചെയ്യാത്തുള്ള ഒരാൾക്ക് സംതിങ് ഇസ് ബെറ്റർ ദാൻ നത്തിങ്. അപ്പോൾ അതൊരു എക്സസൈസ് അല്ല. സോ ബേസിക്കലി ഫോർ മീ കാർഡിയാക് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ബ്ലഡ് പമ്പിങ് അല്ലെങ്കിൽ ഒരു ചേഞ്ച് ഇൻ ദ റിതമിന് വേണ്ടിയിട്ട് വാക്കിംഗ് ഇസ് ഗുഡ്. പക്ഷേ ഇഫ് യു ഹാവ് ടു ഡെവലപ്പ് സ്ട്രെങ്ത് യു ഹാവ് ടു ലിഫ്റ്റ് വെയ്റ്റ്സ്, either your body weights or any other weights. ഇവിടെ ആ കൺസെപ്റ്റ് വരാൻ സമയമെടുക്കും. But that is a fact. That's a fact because see, cardio, functional training, core strengthening, lifting weights, all these things should be done on a regular. Even understanding varanayittu it will take a long time. It will take time. Right. You have to wait. Yeah. Maybe you are a revolutionary person. ഇത് തുടങ്ങാനായിട്ട് few years കഴിയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. Right. Time it will not happen overnight. In an hour. Okay. Right. ചെയ്യണം. See, at the end of the day ഇത് കേൾക്കുന്ന ഒരാളുണ്ടെങ്കിൽ if he finds it useful, start doing it. അയാളുടെ വഴി വേറൊരാൾ കേട്ടിട്ട് അത് ചെയ്യുന്നുണ്ടെങ്കിൽ this is how it goes around. അതല്ലാതെ ഇത് കേട്ടിട്ട് അയാൾ എന്തോ പറയുന്നത് കാര്യമില്ല. അത് നല്ലതായിട്ട് തോന്നിയാൽ just start doing. ആഷ്ലി പറഞ്ഞ പിന്നെ ഞാൻ വർക്കൗട്ട് തുടങ്ങി. ഞാൻ ചെയ്തിട്ടില്ല, അത് വേറെ ഞാൻ തുടങ്ങിയിട്ടില്ല. See, I think you remember 1 year back I had severe backache. I am a person who is suffering from disc bulge. You only advise, sir, physiotherapy മാത്രമല്ല, you do regular exercise. Touch wood. എനിക്ക് അതിന് ശേഷം I did swimming, I did physio. നിങ്ങൾ പറയുമ്പോൾ ഒക്കെ ഞാൻ ആ സമയത്ത് ചെയ്യും. And I do regular gym എന്ന് പറഞ്ഞാൽ എന്നും പോകണ്ട. ഇല്ല, ഒരു വീക്കിലി ത്രൈസ് മാക്സിമം. അല്ലെങ്കിൽ റെഗുലർ ബോഡി ബിൽഡിങ്ങിന് പോകുന്ന ഒരാൾ വേണം 5-6 ദിവസം പോകാൻ. സി ഓവർ ആവരുത്. ജിമ്മില് ഇഫ് യു ഗോ മോർ യുവർ മസിൽസ് ആർ മോർ ഗെറ്റിംഗ് ഡാമേജ്. റിക്കവറിക്കും ടൈം വേണം. അപ്പോൾ ആവശ്യത്തിന് എവറിത്തിങ് ഷുഡ് ബി ഇൻ എ ബാലൻസ്. ആൾക്കാർ മനസ്സിലാവണം. അവിടെയാണ് അടുത്ത പോയിന്റ് വരുന്നത്. ദാറ്റ് ജിം എന്ന് പറയുമ്പോൾ എന്നും പോയി വർക്കൗട്ട് ചെയ്യുക, വെയിറ്റ് നോക്കാതെ നമ്മൾ ജമ്പിങ് ജാക്സ്, പെട്ടെന്ന് ഹൈ ഇന്റൻസിറ്റി ഫ്രിക്ഷൻ വരുന്ന എക്സസൈസ് ചെയ്യുക, എന്നിട്ട് ഹിറ്റ് ആൻഡ് അപ്പം അതിലുണ്ടാവുന്ന ഇമ്പാക്ട് ബ്ലെയിം ഓൺ ദി ട്രെയിനർ. അങ്ങനത്തെ കുറെ സംഗതികളുണ്ട്. ഫ്യൂ ഹിറ്റ് ജിം ഇൻജുറീസ് ഓൺ ദ കാർഡ്സ്. അത് പേടിച്ചിട്ട് പോകാണ്ടിരുന്നിട്ട് കാര്യമില്ല. only thing is you have to be careful, don't rush things, gentle ആയിട്ട്. പിന്നെ ജിമ്മിൽ എപ്പോഴും അങ്ങനെ കുറ്റമായിട്ട് പറയുന്നതല്ല, അവരുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് 6 pack ബൈസെപ്സ്.
ക്വാഡ്രിസെപ്സ്. ഇത് ഭയങ്കര സ്ട്രെങ്തൻഡ് ആയിട്ടിരിക്കണം, അത് കാണിക്കണം. ഇതാണ് ജിമ്മിലുള്ള ഭൂരിഭാഗം പേരുടെയും ഒരു കൺസെപ്റ്റ്. പോകുന്നവരും അതിനല്ല. നമ്മൾ പോകുന്നത് ഒരു റെഗുലർ കാർഡിയോ എക്സസൈസോ ഫങ്ഷണൽ എക്സസൈസോ ചെയ്തിട്ട് ആക്റ്റീവായിട്ട് ലീൻ മസിൽ മതി. ലീൻ മസിൽ വെച്ചിട്ട് സ്ട്രെങ്തൻഡ് ആയിട്ട് ഹെൽത്തി ബോഡി ആയിട്ട് പോവുക, ഇഞ്ചുറീസ് പ്രിവെന്റ് ചെയ്യുക. ഇതിന് ആ ട്രെയിനറിനും പറഞ്ഞ് മനസ്സിലാക്കുക, ഒരു കൺസൾട്ടേഷൻ എടുക്കുക, വാട്ട് യു വാണ്ട് എന്നുള്ളത്. അങ്ങനെ അനുസരിച്ച് ചെയ്താലും കുഴപ്പമില്ല. ഇപ്പൊ ജമ്പിങ് ജാക്സ് ചെയ്തിട്ട് കാലുളിക്ക് വന്നവർ കുറെ പേരുണ്ട്, ട്രെഡ്മില്ലിൽ വീണിട്ട് വരുന്നവരുണ്ട്. ഇതെല്ലാം ഉണ്ട്. ബട്ട് നോ ഹൗ ടു ഡു ഇറ്റ്, വെൻ ടു പുഷ് ഇറ്റ്. ഗ്രാജുവലി ചെയ്യാൻ പാടുള്ളൂ. ഒരു 3 months കൺസിസ്റ്റന്റ് ആയിട്ട് പോവാൻ നോക്കുക. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ഗോൾ. അത് കഴിഞ്ഞിട്ട് ബോഡി വിൽ ടെൽ, ഓക്കെ ഇത് ചെയ്യാം, എനിക്ക് പ്രശ്നമില്ല, ജമ്പിങ് ജാക്സ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല, ഞാൻ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല. അപ്പോൾ 3 months ബി കെയർഫുൾ, റെഗുലർ ബേസിസ്, regular interval, recovery. Then everything, your body will give you the signal. I think doctor is trying to say that understand your body before getting individual charnekalam munne understand your body, is it capable to do it, and then appo angane oru understanding undayi kayna korrekka injuries avoid cheyan pattum. Definitely. ഞാനിപ്പം ഒരു എക്സാമ്പിൾ ഇപ്പൊ റീൽസിലൊക്കെ കാണും, ജിമ്മിലെ ഇൻസ്ട്രക്ടേഴ്സ് അടിക്കും, പുഷ് വെരി ബാഡ്. അങ്ങനെ ചെയ്യരുത്. അത് കാരണം he might have reached this ഒരു ബൈസെപ്സ്, ചിലപ്പോൾ നമ്മൾ ബൈസെപ്സിന്റെ വർക്കൗട്ട് ചെയ്യുമ്പോൾ ടോൺ ആവാനായിട്ടുള്ള അല്ലെങ്കിൽ ടയർ അടിക്കാനായിട്ടുള്ള പോയിന്റിൽ നിൽക്കുമ്പോഴായിരിക്കും അയാൾ നിർത്തുന്നത്. യു ജസ്റ്റ് ഗീവ് ഹിം an adrenaline rush and makes him do that, ചിലപ്പോൾ ടയർ അടിക്കും. ദൂരം വീഡിയോസ് നമ്മളാണ് ബൈസെപ്സ് ടയർ, ക്വാഡ്രിസെപ്സ് ടയർ. അപ്പോൾ നോ യുവർ ലിമിറ്റ്സ്, അതിൽ നിന്നിട്ട് ചെയ്യുക, അത്രയും നോക്കിയാൽ മതി. റൈറ്റ്. സോ that's about the gym. ഇനി അടുത്ത ടോപ്പിക്കാണ്. ഞാൻ റീസെൻ്റ്ലി ഒരു വീഡിയോ ചെയ്തായിരുന്നു അബൌട്ട് ബാഡ്മിൻ്റൺ പ്ലേയേഴ്സ്, വീക്കെൻഡ് ബാഡ്മിൻ്റൺ പ്ലേയേഴ്സ്. ഓക്കെ, and then they develop a pain. ഒരു ട്രെയിനിങ്ങും ഇല്ല, അല്ലെങ്കിൽ വാമപ്പ് ഇല്ല, അല്ലെങ്കിൽ ടെക്നീക്കിനെ കുറിച്ച് അറിയില്ല. ബട്ട് ഗ്രൗണ്ടിലെത്തി അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിലെത്തി ഡിഫീറ്റ് ചെയ്യണം ഓപ്പോസിറ്റ് ടീമിനെ, ആൻഡ് ആസ് ഫാസ്റ്റ് ആസ് പോസിബിൾ. ആ ഒരു ഇൻറ്റൻഷനിൽ ഇറങ്ങി കഴിയുമ്പോൾ ഇംപീച്ച്മെന്റ്, ടെൻഡനൈറ്റിസ്, ഈ പറഞ്ഞതെല്ലാം പ്രിവെന്റബിൾ കാര്യങ്ങളാണ്. അതെ, അതുമല്ല ഇത് വന്നാലും കുഴപ്പമില്ല. ഈ അഗ്രസീവ് ആയിട്ടുള്ള പ്ലേയില് യു ലൂസ് പേഷ്യൻസ്. ലൂസ് പേഷ്യൻസ് മീൻസ് ദേ ആർ ഹാവിങ് MI, കാർഡിയാക് അറസ്റ്റ് അടിക്കുന്നവരുണ്ട്. അത് അഗ്രസീവ് പ്ലേയറിന്റെ വാമപ്പ് ഇല്ല, ജസ്റ്റ് പോയി അഗ്രസീവ്നെസ്, യുവർ ബോഡി മൈറ്റ് ബി വീക്ക്, അവരത് അറിയില്ല. ഒരു പുഷ് ചെയ്യും ലിമിറ്റ്സ്, അഗ്രസീവ്നെസ് ആണ്, എങ്ങനെയെങ്കിലും ബീറ്റ് ചെയ്യണം. ദൂരം കേസാണ്, ജിമ്മില് കുഴഞ്ഞു വീണ് മരിക്കുന്നു എന്ന് പറയുന്നത്. ഇതൊക്കെ കോമൺ ആവുന്നതിന്റെ മെയിൻ റീസൺ അഗെയിൻ കോർ വാമപ്പ് ഇല്ല, സ്ട്രെങ്തൻഡ് ഇല്ല, റെഗുലർ ആയിട്ട് ചെയ്യുന്നില്ല. പിന്നെ എനിക്ക് ഇത്രയും നാൾ കൊണ്ട് ട്രിം ആവണം, അല്ലെങ്കിൽ ഇത്രയും നാൾ കൊണ്ട് എനിക്ക് ഇത്രയും കിലോ കുറയ്ക്കണം. അതാ ബേസിക്. നമ്മൾ ആദ്യം തൊട്ട് ഒരു കൺസിസ്റ്റൻസിയാണ് ഫസ്റ്റ്. കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക, പുഷ് യുവർ സെൽഫ്, സ്ട്രെങ്തൻഡ് ആവുക, വാമപ്പ് ആവുക. ഇതേ ഉള്ളൂ. ചെയ്ത് കഴിഞ്ഞാൽ എവറിത്തിങ് വിൽ കം ഇൻ ബാക്ക്. പിന്നെ ഡയറ്റ് പ്രോട്ടീൻ പൗഡർ കഴിയുന്ന ഒത്തിരി പേരുണ്ട്. പ്രോട്ടീൻ പൗഡർ കഴിക്കാം, ആവശ്യം ഉണ്ടെങ്കിൽ കഴിക്കാം. പക്ഷെ കണ്ടമാനം അളവില് ഇപ്പൊ ഇഷ്ടംപോലെ ബ്രാൻഡ്സ് ഉണ്ട്, അതിലെല്ലാം കെമിക്കൽസ് ഉള്ളതുണ്ട്. അതെല്ലാം കഴിക്കുമ്പോൾ ഇറ്റ് ഇസ് ബാഡ്. ഇപ്പൊ നല്ല ബ്രാൻഡ്സ് ഉണ്ട്, ഇറ്റ് ഇസ് വെരി എക്സ്പെൻസീവ് ആൻഡ് യു കാൺ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ഓൺ പ്രോട്ടീൻ. ഇപ്പൊ നമ്മള് ഇതിപ്പോ കാണുന്നവര് ചോദിക്കുകയും, ഇപ്പൊ ICU പേഷ്യൻസ് ഉണ്ട്, പ്രോട്ടീൻ പൗഡർ കൊടുക്കും. പ്രോട്ടീൻ ഉണ്ട്, ബി പ്രോട്ടീൻ ഉണ്ട്, കഴിക്കാം. ഒരു പേഷ്യന്റിന് പോലും നമ്മൾ പ്രോട്ടീൻസ് കൊടുക്കുന്നുണ്ട്, എത്ര അളവിൽ. ഇതെല്ലാം നോക്കി എന്ത് കണ്ടന്റ് ആണ് നിങ്ങൾ കഴിക്കുന്നത്, ഏത് ബ്രാൻഡാണ്, നിങ്ങൾക്ക് അതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. ഇതാണ് ഫസ്റ്റ് ചോദിക്കേണ്ടത്. അല്ലാതെ വെറുതെ ആരെങ്കിലും പറയുന്ന അനുസരിച്ച് പ്രോട്ടീൻ കഴിച്ചാൽ ഇറ്റ്സ് വെരി ബാഡ്. How important is sleep for you? അതിൽ ഞാൻ അഡ്വൈസ് പറയാൻ ഒരാളല്ലാത്തത് കൊണ്ട് അറ്റ്ലീസ്റ്റ് 6 to 8 hours സ്ലീപ്പ് വേണമെന്നാണ്. അറ്റ്ലീസ്റ്റ് 6. അതില്ലാത്തവരാണ് മെജോറിറ്റിയും. ഡീപ്പ് സ്ലീപ്പ് വേണം ഫോർ എ ബെറ്റർ റിക്കവറി, ഫോർ എ മെന്റൽ ഹെൽത്ത്. യു നീഡ് അറ്റ്ലീസ്റ്റ് 6 to 8 hours ഓഫ് ഡിസ്റ്റർബ്ഡ് അല്ലാത്തൊരു സ്ലീപ്പ് വേണം. അത് കിട്ടാൻ പാടാണ് ഇപ്പോഴത്തെ സിനാരിയോയിൽ. Go to bed early, wake up early. This is the best. Which is easy to advise, അല്ലേ? But ഞാനതിൽ പറയാത്തതിന്റെ കാരണം now I get at least 7 hours. ഞാനത് മേക്ക് ഷുവർ ചെയ്യുന്നുണ്ട്. നോട്ട് ഓൺ എവറി ഡേ ബട്ട് ഓൾമോസ്റ്റ് ഓൾ ഡേയ്സ് 7 hours എങ്കിലും ഞാൻ സ്ലീപ്പ് കിട്ടാൻ നോക്കുന്നുണ്ട്. Earlier I used to sleep 4 hours, 5 hours. But you can feel the changes. Oh, definitely.
in your work? ഭയങ്കര വർക്കില് നമുക്ക് കോൺസെൻട്രേഷനില് ഇറിറ്റബിലിറ്റി, നമുക്ക് ഭയങ്കര ഇറിറ്റബിലിറ്റി ആയിരിക്കും. നമ്മൾക്ക് ഈവനിങ് ആകുമ്പോൾ യു ആർ എക്സോസ്റ്റഡ്. അപ്പോൾ സ്ലീപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഡോക്ടർ പറഞ്ഞു നേരത്തെ വർക്കൗട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല, ഇപ്പം റീസെൻ്റ്ലി ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ ആ റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തപ്പം do you think a hormonal changes is there in the body which gives you a happy hormones? ഹാപ്പിനെസ് ഇസ് ദർ. അത് ഹെൽത്തി ആവാൻ ഉള്ള ഒരു ഹാപ്പിനെസ് ആണ് നമുക്ക് മോട്ടിവേറ്റ് ചെയ്തിട്ട് പോകുന്നത്. നമ്മൾ ഒരാള് റെഗുലർ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴേ അയാളല്ല പറയുന്നത്, പീപ്പിൾ അറൌണ്ട് യു വിൽ സ്റ്റാർട്ട് നോട്ടീസിങ്. ഇഫ് പീപ്പിൾ അറൌണ്ട് യു സ്റ്റാർട്ട് നോട്ടീസിങ് ഇറ്റ് മീൻസ് ഇറ്റ് ഇസ് ഗുഡ്. നോട്ടീസിങ് ഇൻ ദ സെൻസ് ലൈക്ക് സ്കിന്നിൽ ഒരു ഗ്ലോ, ഒരു ബ്രൈറ്റ്നെസ്, ആ ക്ഷീണമില്ലായ്മ. അത് ഡെഫിനറ്റ്ലി കുറെ വരും. വാട്ടർ ഇൻടേക്ക് നന്നാവും, ഡയറ്റ് നന്നാവും, യുവർ സ്കിൻ വിൽ സ്റ്റാർട്ട് ടു റീജനറേറ്റ്, എവറിത്തിങ് ഇസ് ദർ. അപ്പോൾ ഇതെല്ലാം ഒരു എന്താ പറയുന്ന ഹോളാണ്. വർക്കൗട്ട് ചെയ്യുമ്പോൾ തോന്നണം. യു ഫീൽ ഹെൽത്തി. ഡെഫിനറ്റ്ലി നമുക്ക് നേരത്തെ ചെയ്യാൻ പറ്റായിരുന്ന കാര്യങ്ങൾ ചെയ്യാനും പറ്റും. കാരണം ഇപ്പൊ നമ്മൾ കുറച്ചു നേരം ട്രെഡ്മില്ലിൽ ഒരു 5 minutesലായിരിക്കും ഓടുന്നത്, ഇത്ര സ്പീഡിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും ഈസിലി. അത് കഴിയുമ്പോൾ നമ്മൾ എക്സോസ്റ്റഡ് ആവില്ല. നമ്മൾ പുള്ളപ്പ് ചെയ്യുന്ന അതിന്റെ ഇന്റർവെൽസ് കൂട്ടാൻ പറ്റുന്നുണ്ട്, സെറ്റ്സ് കൂട്ടാൻ പറ്റുന്നുണ്ട്. ഇതെല്ലാം ഇതിന്റെ ഒരു പാരാമീറ്റർ. ഇനി ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കാൽക്കേനിയം സ്പർ? അതിനെ കുറിച്ചിട്ട് പലരും ഡൗട്ട് ചോദിക്കുന്നുണ്ട്, എനിക്കും ഡൗട്ട് ഉണ്ട്. എങ്ങനെ അത് സോൾവ് ചെയ്യാം? ആസ് എൻ ഓർത്തോപെഡീഷ്യൻ വാട്ട് ഈസ് യുവർ സജഷൻ? Calcaneal spur is wherever you have bones, whenever there is a stress, abnormal bone growth can happen. That is known as a spur. It can happen over your shoulders, your spine, your hips, your calcaneum. ഇതിൽ എവിടെ വേണമെങ്കിലും വരാം. കോമൺ ആൾക്കാർക്ക് വരാൻ കാരണം പ്ലാന്റാർ ഫേഷ്യേറ്റിസ് ആണ് മെയിൻ റീസൺ. അത് രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര വേദനയായിരിക്കും. ഫ്യൂ സ്റ്റെപ്സ് കഴിയുമ്പോൾ അത് മാറും. അപ്പോൾ പേഷ്യന്റ് വരുമ്പോൾ യു വിൽ ആസ്ക് ദം ടു ടേക്ക് ആൻ എക്സ്റേ. എക്സ്റേ എടുക്കുമ്പോൾ അതിലൊരു സ്പർ കാണും. ആ സ്പർ അല്ല ആക്ച്വലി ദ റീസൺ ഫോർ ദ പെയിൻ. ദാറ്റ് ഇസ് ദ ഫേഷ്യ ദാറ്റ് ഇസ് ഗെറ്റിംഗ് ഇൻഫ്ലെയിംഡ്. സ്പർ ഇപ്പോൾ എക്സാമ്പിൾ ഇതാണ് നമ്മുടെ ഒരു ബോണിന്റെ മോഡൽ, ഇത് ഫുട്ട്. അപ്പോൾ ഇവിടെയാണ് സ്പർ എപ്പോഴും കാണുക. ആൻഡ് ദിസ് ഇസ് ദ ഫേഷ്യ. ഫേഷ്യ ഇൻഫ്ലെയിംഡ് ആവുന്നതുകൊണ്ടാണ് പെയിൻ, അല്ല സ്പർ ആസ് സച്ച് അല്ല. സ്പർ ക്യാൻ ബി സീൻ ഹിയർ ആൻഡ് ഹിയർ ഓൾസോ. അപ്പൊ ഇവിടെ മാത്രം സ്പർ ഉള്ളവരും ഉണ്ട്. അപ്പൊ അവർക്ക് എന്തിനാ പ്ലാന്റർ ഫേഷ്യയിൽ പെയിൻ വരുന്നതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് നോട്ട് ദ സ്പർ, ഇറ്റ് ഇസ് സംതിങ് എൽസ് ദാറ്റ് ഇസ് കോസിംഗ് ദ പെയിൻ. അപ്പം സ്പർ വരാനുള്ള ഒരു റീസൺ ഏജ് ആൻഡ് ഒബ്വിയസ്ലി സഡൻ ഇൻക്രീസ് ഇൻ ബോഡി വെയിറ്റ് ഓർ സ്ട്രെസ്. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ സ്പർ വരും. അപ്പൊ സ്പർ ആസ് സച്ച് ഇസ് നോട്ട് ദ സംതിങ് ദാറ്റ് ഇസ് കോസിംഗ് ദ ട്രബിൾ, ഇറ്റ് ഇസ് സംതിങ് എൽസ് മേ ബി. ഓക്കെ, വൺ മോർ ക്വസ്റ്റ്യൻ. ഡോക്ടർ PRP ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഒരു ചോദ്യമാണ്, PRP എന്താണ്, ഏത് കണ്ടീഷനിലാണ് കൂടുതൽ എഫക്റ്റീവായിട്ട് വരുന്നത്, എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റുമോ, ആൻഡ് വാട്ട് ഈസ് ദ റിസൾട്ട് ഓഫ് ഇറ്റ്? Again, Osteoarthritis പോലെ ഇറ്റ്സ് എ ഹ്യൂജ് വാസ്റ്റ് ടോപ്പിക്. ജസ്റ്റ് സിമ്പിൾ ഞാൻ പറഞ്ഞുതരാം. PRP is just a content of regenerative medicine. സാമ്പാറിൽ മുരിങ്ങ ഉണ്ടോന്ന് ചോദിക്കുന്ന പോലെ മുരിങ്ങ മാത്രം പോരാ, സാമ്പാർ കൺസിസ്റ്റ് ഓഫ് മെനി അതർ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ റീജനറേറ്റീവ് മെഡിസിൻ ആണ് ഞാൻ ചെയ്യാറ്, ഒത്തന്റിക് റീജനറേറ്റീവ് മെഡിസിൻ. ഒത്തന്റിക് റീജനറേറ്റീവ് മെഡിസിനിൽ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദ പേഷ്യന്റ് കൗൺസിലിംഗ്. പേഷ്യന്റെ ബ്ലഡ്, അതിന്റെ ഈൽഡ്, അതിന്റെ പ്ലേറ്റ്ലെറ്റ്സ്, ഗ്രോത്ത് ഫാക്ടേഴ്സ് ആൻഡ് സ്റ്റെം സെൽസ്. അതിൽ ബോൺ മാരോന്ന് എടുക്കാം, ബ്ലഡിൽ നിന്ന് എടുക്കാം, നമ്മൾക്ക് അഡിപ്പോസ് ടിഷ്യൂ നിന്ന് എടുക്കാം. ഇതാണ് ഫസ്റ്റ്. ഓർഡിനറി PRP അല്ല. That depends upon what kit you are using, what is the temperature that you are processing it, how effective is, എത്ര ml വേണം, എങ്ങനെ ഇൻജെക്ട് ചെയ്യണം, ഇതെല്ലാം ബേസിക് റക്സ്. എവിടെ എല്ലാം ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ഈസിലി ഡിവൈഡഡ് ഇൻ ടു ക്രോണിക് കണ്ടീഷൻസ്, അക്യൂട്ട് കണ്ടീഷൻസ്, സ്പോർട്സ് ഇഞ്ചുറി, ഡീജനറേറ്റീവ് ഇഞ്ചുറി. ആഷ്ലിയുടെ ഏറ്റവും കൂടുതൽ എന്തായിരിക്കും വരുന്നത്? സ്പോർട്സ് ഇഞ്ചുറി. ആംഗിൾ സ്പ്രെയിനിന് ചെയ്യാം, ലിഗമെന്റ് സ്പ്രെയിനിന് ചെയ്യാം, പാർഷ്യൽ ടയർ ACL ഇറ്റ്സ് ആൻ എക്സലന്റ് റിസൾട്ട് ആണല്ലേ. ഫുൾ ടയർ ആയാൽ ഞാൻ സർജറി ആൻഡ് അലോങ് വിത്ത് ഈ ഗ്രോത്ത് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ സ്റ്റെം സെല്ലോ അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ് ഇഞ്ചക്ഷൻ പറയും. സോ അഗെയിൻ ഈ ഒരു ഡൗട്ട് ഉണ്ടാവും, പാർഷ്യൽ ടയറിൽ PRP കൊടുത്തു കഴിഞ്ഞാൽ ഈ ടയർ ആയത് ഹീലാവും? സ്റ്റഡീസിൽ യു ടേക്ക് ആൻ MRI, കമ്പയർ. നമുക്ക് ഇഞ്ചുറി പറ്റിയ MRIയും യു റിപ്പീറ്റ് ആഫ്റ്റർ ഫ്യൂ സിറ്റിംഗ്സ്, യു റിപ്പീറ്റ് ദ MRI. യു ക്യാൻ സീ ദ ടെൻഡൻസ് സ്ട്രെങ്തൻഡ് ആയിട്ട് കാണാം, അതിന്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരാം, തിക്നെസ്സിൽ വ്യത്യാസം വരും. ഇങ്ങനെയാണ് അതിൽ ഹീലായിട്ടുണ്ടോ ഇല്ലെന്ന് അറിയുന്നത്. മെനിസ്കൽ ഇഞ്ചുറീസിന് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യുന്ന അണ്ടർ അൾട്രാസൗണ്ട് ഗൈഡൻസ്, റൊട്ടേറ്റർ കഫ്,
ടെൻഡിനൈറ്റിസിന് ദ ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ആണ് Right. ഈ റീജനറേറ്റീവ് മെഡിസിൻ. Right. ക്യാൻ ബി എ സ്റ്റെം സെൽ ഓർ എ പ്ലേറ്റ്ലെറ്റ്, ആങ്കിൾ സ്പ്രെയിൻ, ആസ് യു സെഡ് പ്ലാന്റാർ ഫേഷ്യേറ്റിസ്, Right. Right. എവിടെ വേണമെങ്കിലും ചെയ്യാം. ഡീജനറേറ്റീവ് കണ്ടീഷൻസിന് ചെയ്യാറുണ്ട്. Right. So ഈ PRP and the strengthening program makes a big impact അല്ലേ? That's what I understand. Like the impingement അല്ലെങ്കിൽ ഈ inflammation അങ്ങനത്തെ സംഗതികൾക്കൊക്കെ വരുന്നത് because the alignment is not right. It might rub. ഇപ്പം ഷോൾഡറിൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ റൊട്ടേറ്റർ കഫ് മസിൽസുകൾ വീക്ക് ആവാം, ട്രപ്പീസിയം എല്ലാം വീക്ക് ആവാം. ഇറ്റ് മൈ റബ്. ഈ റബ്ബ് ചെയ്യണതിന് PRP കൊടുത്ത് ഇറ്റ് വിൽ റെഡ്യൂസ്. ബട്ട് അലോങ് വിത്ത് ദാറ്റ് ഇഫ് യു ഡു ദ സ്ട്രെങ്തനിങ് ഇറ്റ് ഗിവ്സ് എ മോർ റിസൾട്ട്. ഇസ് ദാറ്റ് ട്രൂ? അല്ല, ഇതിലിപ്പോ നമ്മൾ ഇത് മാത്രം ഡിസ്കസ് ചെയ്താലേ പീപ്പിൾ വിൽ തിങ്ക് ഐ ആം പ്രൊമോട്ടിംഗ് PRP. ഇഞ്ചക്ഷൻ വേണോ വേണ്ടയോ എന്നുള്ള ഇറ്റ്സ് എ പേഷ്യന്റ് ചോയ്സ്. യു ക്യാൻ ഗോ ഫോർ സ്റ്റിറോയിഡ്, യു ക്യാൻ ഗോ ഫോർ പ്ലേറ്റ്ലെറ്റ്സ്, യു ക്യാൻ ഗോ ഫോർ ഹൈലറോണിക്, വാട്ട് എവർ ഇറ്റ് ഇസ്. റൈറ്റ്. ഫോൾട്ടി ടെക്നിക്സ് ഉണ്ടോ അത് കറക്റ്റ് ചെയ്യാം. റൊട്ടേറ്റർ കഫിന്റെ ഇഞ്ചുറി എന്താണോ അതിന്റെ റീസൺ, ഇഫ് ഹി ഈസ് ടേക്കിംഗ് ദ ട്രീറ്റ്മെന്റ് അഗെയിൻ ഹി ഈസ് ഡൂയിങ് ദ റോങ് തിങ്, ദെൻ ദിസ് മൈറ്റ് അഗെയിൻ. അപ്പോൾ ഫിസിയോ സ്ട്രെങ്തനിങ് പ്രോപ്പർ ടെക്നിക്സ് ആണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ട്രീറ്റ്മെന്റ് വേണോ വേണ്ടയോ എന്നുള്ളത് ടെൻഡിനൈറ്റിസ് ഒക്കെ ആണെങ്കിൽ ഇറ്റ്സ് എ സെൽഫ് ഹീലിംഗ്. ഇറ്റ് വിൽ ഹീൽ ബൈ ഇറ്റ് സെൽഫ്. ഇൻഫ്ലമേഷൻ ആണ് ഐറ്റിസ്, ടെൻഡിനൈറ്റിസ് എന്നൊക്കെ പറയുന്നത് തന്നെ ഹീൽ ചെയ്യും. അത് ഹീൽ ആയില്ലെങ്കിൽ യു ചൂസ് വാട്ട് എവർ ട്രീറ്റ്മെന്റ് യു വാണ്ട്. ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പൊ വെസ്റ്റേൺ കൺട്രീസിൽ ദിസ് ഹാസ് ബിക്കം എ റുട്ടീൻ. ഒരു ഫിസിയോതെറാപ്പിയുടെ ഭാഗമായിട്ട് ദേ ജസ്റ്റ് ഗിവ് എ ഷോർട്ട് വൈ അഗൈൻ. നമ്മളൊരു ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ വൈ എന്നാണ് നോക്കുന്നത്. ചെയ്യുന്നോണ്ട് എന്താ തെറ്റ്? ഹീലിംഗ്. There is no other medicines added and no where to inject and how much to inject, എത്ര സിറ്റിംഗ് വേണം, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത് ചെയ്യണോ വേണ്ടോ എന്നുള്ള പേഷ്യൻ്റ് ഇഷ്ടം. ബട്ട് അൾട്ടിമേറ്റ്ലി പ്രിവെൻറ്റ് ഇഞ്ചുറി, പ്രോപ്പർ ഗൈഡൻസ് എടുക്കുക. ഇഫ് യു ആർ ഹാവിങ് ആൻ ഇഞ്ചുറി, ഫിസിയോ നമ്മളെവിടെ ഇപ്പം എന്താണെന്ന് പറയുമോ, ആൾക്കാർക്ക് പാടാ ആ കൺസെപ്റ്റ് കിട്ടാൻ. അതാണ് അതിൻ്റെ ബുദ്ധിമുട്ട്. ഫിസിയോൻ്റെ കൺസെപ്റ്റിൽ എല്ലാവർക്കും ഉള്ള ഐഡിയ എന്ന് പറയുന്നത് ഒരു അൾട്രാസൗണ്ട്, ഒരു സ്റ്റിമുലേഷൻ, ഒരു ഹീറ്റിംഗ് പാക്ക്. ദിസ് ഇസ് വാട്ട് ഫിസിയോ ഇസ്. അതല്ല, ഇറ്റ്സ് എ ഡിഫറെൻറ്റ് വേൾഡ് ഓൾ ടുഗദർ എന്നുള്ളത് അറിയില്ല. പക്ഷേ ആസ് ഐ ഇൻ ദാറ്റ് പ്രൊഫഷൻ ഞാനത് മോട്ടിവേറ്റ് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്തേ പറ്റൂ. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ PRPനെ കുറിച്ച് ഡോക്ടർ പറയുന്നു, ഫിസിയോനെ കുറിച്ച് ഞാൻ പറയുന്നു. ഇതെല്ലാം ബയോമെക്കാനിക്കലി ഇൻ എ ബോഡി ഇഫ് ദർ ഇസ് എനി കൈൻഡ് ഓഫ് ഓൾട്രേഷൻ അല്ലെങ്കിൽ ഒരു ബയോമെക്കാനിക്കലി ഇഫ് ഇറ്റ് ഇസ് നോട്ട് റൈറ്റ്, ഇറ്റ് വിൽ കോസ് പെയിൻ, ഇറ്റ് വിൽ കോസ് ഇൻഫ്ലമേഷൻ. അത് കറക്റ്റ് ചെയ്യാനായിട്ട് കുറേ സ്റ്റെപ്പുകളുണ്ട്. അലോങ് വിത്ത് ദാറ്റ് ഈ മെഡിസിൻസ് അല്ലെങ്കിൽ PRP will also imply a better result and faster result. Yeah, definitely. This is what I as a physio think about. When I started this 7 to 8 years back, ആരും കേട്ടിട്ട് പോലും ഇല്ല. എന്നെ ചീത്ത പറയും, കുറ്റപ്പെടുത്തും. ഇപ്പോ now people do come, do refer. അപ്പോൾ ഇത് ഇവൻച്വലി ആവുള്ളൂ. ആക്ച്വലി അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇറ്റ്സ് നോട്ട് ആൻ ഓവർനൈറ്റ് ജേർണി. ഇറ്റ് വിൽ ടേക്ക് സം ടൈം. മേ ബി ഇൻ 5 years ആൾക്കാർ ഇങ്ങോട്ട് വന്ന് പറയും ഐ നീഡ് ദ ട്രീറ്റ്മെന്റ്, ഐ നീഡ് ദ ട്രീറ്റ്മെന്റ്. ആ ഒരു സമയം എടുക്കും. ബിക്കോസ് ദേ വിൽ അണ്ടർസ്റ്റാൻഡ് ദിസ് ഇസ് ഹെൽത്തിയർ, കോസ്റ്റ് എഫക്റ്റീവ്, ആൻഡ് ഇറ്റ് ഡസൻറ്റ് ഹാവ് എനി ഡ്രോബാക്സ്. ഇതിനൊരു ഡ്രോബാക്ക് ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. വെദർ യു വിൽ ഗെറ്റ് ബെനിഫിറ്റ് ഓർ നോട്ട്, ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഇഞ്ചുറി, ഏജ്, കണ്ടീഷൻ, എവറിത്തിങ്. വൺ മോർ ക്വസ്റ്റ്യൻ. ഈ PRP കെമിക്കൽസ് ഇല്ല, സൈഡ് എഫക്ട്സ് ഇല്ല എന്ന് പറഞ്ഞു. സോ വാട്ട് ഇസ് ഇറ്റ് എക്സാക്ട്ലി? ബോഡിയുടെ ഹീലിംഗ് മെക്കാനിസമാണ്. ഗ്രോത്ത് ഫാക്ടേഴ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇപ്പം ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാക്കണമെങ്കിൽ അതിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള സെൽസ് വരണം. അത് നമ്മുടെ ബോഡിയിൽ തന്നെ ഉണ്ടാവും. അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യിക്കുന്നതാണ് പ്ലേറ്റ്ലെറ്റ്സ്. പ്ലേറ്റ്ലെറ്റ്സ് അവിടെ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ ഈ ഇൻഫ്ലമേഷനെ സബ്സൈഡ് ചെയ്യിക്കാനുള്ള സെൽസ്, ഗ്രോത്ത് ഫാക്ടേഴ്സ് അവിടെ എത്തിക്കും. അങ്ങനെയാണ് ഇതിന്റെ പരിപാടി നടക്കുക. ഒരു കോൺട്രാക്ടറിനെ ജോലി ചെയ്യിപ്പിക്കുന്നു. നാഷണലിക്ക് ഒരു വീട് പണിയണം. ആ കോൺട്രാക്ടറിന്റെ ജോലി എന്താ? കോൺട്രാക്ടറാണ് അവിടുത്തെ മേസൺ പണിക്കാരനെ കൊണ്ടുവരുന്നത്. ഇറ്റ് ക്യാൻ ബി എ കാർപ്പൻറ്റർ, ക്യാൻ ബി എ സിവിൽ എഞ്ചിനീയർ, എവറിത്തിങ് ഹി വിൽ ബ്രിങ് ഇറ്റ് ആൻഡ് ഹി വിൽ കംപ്ലീറ്റ് ദ വർക്ക് ഫോർ യു. ഇത്ര പണിയാണ് പ്ലേറ്റ്ലെറ്റ്സ് ചെയ്യുന്നത്. പക്ഷെ പ്ലേറ്റ്ലെറ്റ്സ് ആക്ടിവേറ്റഡ് ആണോ, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അതിന്റെ. ബട്ട് ബേസിക്കലി ദ ക്രക്സ് ഇസ് ദിസ്. Right. Okay. So that's it. Thank you. It's a lot of information, lot of topics that we have covered. പറ്റുന്ന പോലെയൊക്കെ മനസ്സിലാക്കി തരാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. കേൾക്കുന്നവർക്കും ഒരു ഹെൽപ്പ് ആവട്ടെ എന്ന് വിചാരിക്കുന്നു. This is a medical field where രണ്ടുപേരും ഇതിൽ കുറേ സംഗതികളുണ്ട്. അപ്പം എല്ലാവരും കമ്പൈൻഡ്, ഇന്ന പെർട്ടിക്കുലർ സംഗതി മാത്രമല്ല, എല്ലാവരും കമ്പൈൻഡ് എഫേർട്ടിലാണ് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണമെന്നൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ് in this interview that we want to
പുഷ് ത്രൂ അല്ലേ? ഇതേപോലെ എന്തെങ്കിലും എൻക്വയറീസ് കാര്യങ്ങളുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് there is something that a patient want to discuss, we'll list it out. Once in 6 months, once in 3 months, we'll have a talk like this. Right. Any topic that you want to discuss with doctor, then again ഒരു സെക്കൻഡ് സെഷനും കൂടി നമുക്ക് വെക്കാം, and we will discuss those topic which is relevant, and let's see എത്രത്തോളം ഇൻഫർമേഷൻ സിമ്പിളായിട്ട് നമുക്ക് പാസ് ഓൺ ചെയ്യാൻ പറ്റും എന്നുള്ളത്. Thank you.